തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. സന്ദീപേട്ട അവിടെ ഇല്ലായിരുന്നു. സന്ദീപിന്റെ മുത്തശ്ശി അമ്മയുണ്ടായിരുന്നു. സന്ദീപേട്ടന്റെ അമ്മയോ? കൊള്ളാം. ആന്റിക്ക് ഞങ്ങളെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി. ചായയൊക്കെ തന്ന് സൽക്കരിച്ചാ വിട്ടത്. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. അല്ലേ അംബികാമേ? സാരല്ല ദേവു ചേച്ചി, സന്ദീപേട്ടന്റെ അമ്മ അങ്ങനെ പെരുമാറിയില്ല. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അവരുടെ സ്വഭാവം എനിക്ക് നേരത്തെ അറിയാലോ. ചേച്ചിയോടുള്ള ദേഷ്യം മാത്രമല്ല, ഞാനും അംബികാമയൊക്കെ സന്ദീപേട്ടനും ചേച്ചിയുമായിട്ടുള്ള ബന്ധത്തിന് സപ്പോർട്ടാണെന്ന് അവർക്ക് അറിയാലോ. അതിന്റെ കൂടി ദേഷ്യം തീർത്തതാവും. പോട്ടെ, അതൊന്നും സാരില്ല ചേച്ചി. ഞങ്ങളതൊന്നും കാര്യമാക്കുന്നേയില്ല. അല്ലേ അംബികാമേ? അതെ മോളെ, മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവരുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയെങ്കിലും സന്ദീപ് മുത്തശ്ശി നിനക്കൊപ്പം ഉണ്ടല്ലോ. ആ ഒരു ധൈര്യത്തിൽ തന്നെ വേണം നീ ഇവിടെ ജീവിക്കാൻ. അവര് പറഞ്ഞതുപോലെ ഞങ്ങള് ചേച്ചിയുടെ ആരുമല്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം. ദേവു ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോ ചിലപ്പോ അവര് കുറെ കൂടി മാന്യമായിട്ട് പെരുമാറുമായിരിക്കും. അത് ശരിയാ, കാശുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും മാന്യമായിട്ട് പെരുമാറാനുള്ള മനസ്സുകൂടി വേണം. ആ സ്ത്രീക്ക് അതില്ലാതായിപ്പോയി. ദേവു ചേച്ചി വിഷമിക്കണ്ട. ഞാനിതൊന്നും സുരേന്ദ്രൻ അങ്കിളിനോടും വിദ്യാമ്മയോടും പറയാൻ പോകുന്നില്ല. ചേച്ചി പറഞ്ഞതുപോലെ വെറുതെ എന്തിനാ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? അത് ശരിയാ. വ്രതം അവസാനിച്ച് ദേവൂട്ടി ആ വീട്ടിലേക്ക് മാറിയിട്ട് മതി അവിടുന്ന് ആരെങ്കിലും ഇവളെ കാണാൻ വരുന്നത്. ചേച്ചി വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. സന്ദീപേട്ടനുണ്ടല്ലോ കൂടെ. കേട്ടോ എന്തുമതി, കിഷൻ വിളിച്ചിരുന്നു തിരുവനന്തപുരത്തെ ദേവൂട്ടിയുടെ വീട്ടിൽ നിന്ന്. കിഷൻ ഇന്നെ തിരിച്ചു പോരും അച്ഛാ? ആ, ഇന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നു. ദേവൂട്ടി എന്തു പറയുന്നു? ദേവൂട്ടിയെ സംസാരിച്ചില്ലേ അച്ഛൻ? പിന്നെ സംസാരിക്കാതിരിക്കോ? അവള് നല്ല സന്തോഷത്തിലാണ് മോളെ.
എല്ലാവർക്കും അവളെ അവിടെ വലിയ കാര്യമാണെന്ന്. അത് കേട്ടപ്പോഴാ എനിക്ക് സമാധാനായത്. അടുത്ത ആഴ്ച നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ടൊന്ന് പോണം മോളെ. എന്തു കാര്യത്തിന്? മോളുടെ സന്തോഷം കാണാൻ പോതെ ഈ വീട്ടിലെ സങ്കടാവസ്ഥ ആദ്യം ഒന്ന് മാറ്റാൻ നോക്ക്. ആ ഗഗന് പണം കൊടുത്തില്ലെങ്കിലേ ഇവളുടെ ജീവിത കുട്ടിച്ചോറാവും പോന്നെ. അച്ഛാ, തറവാട്ടമ്മ ആഭരണങ്ങൾ മുഴുവൻ എന്റെ കല്യാണത്തിന് എടുത്തോളം പറഞ്ഞിരിക്കുവോ? അങ്ങനെ പറഞ്ഞോ? അത് കല്യാണത്തിന് മാത്രമേ എടുക്കാവൂന്ന് അവര് പറഞ്ഞു. പക്ഷേ അതിന്ന് കുറച്ചെടുത്ത് നമുക്കങ്ങ് വിൽക്കാം. എന്നിട്ട് ആ ഗഗന്റെ കയ്യിൽ നിന്ന് കടവുമായിട്ട് വാങ്ങിയതൊക്കെ തിരിച്ചു വീട്ടാം. അത് വിൽക്കാനോ? പാടില്ല ഇന്ദുമതി. വിശേഷിച്ചും അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്. അമ്മേ, നമുക്കത് വിൽക്കണ്ട, പണയം വയ്ക്കാം. എന്നിട്ട് ആ പണയം നമ്മളെങ്ങനെ തിരിച്ചെടുക്കും? കോടീശ്വരിയായ നിന്റെ ചേച്ചി സഹായിക്കോ? അത് പിന്നത്തെ കാര്യമല്ലേ അമ്മേ, നമുക്കത് അപ്പം ആലോചിക്കാം. അച്ഛാ, നമുക്ക് തൽക്കാലം അതിന്ന് കുറച്ച് ആഭരണങ്ങൾ എടുത്ത് പണയം വയ്ക്കാം. എന്നിട്ട് ആ ഗഗന് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ അയാൾ വീണ്ടും ഇവിടെ കയറുമെന്ന് ബഹളം ഉണ്ടാക്കും. എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടാ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ നമുക്കതിന്ന് കുറച്ചെടുത്ത് പണയം വെക്കാം അല്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇനി അതിനകത്ത് ഒരു മാറ്റവും വേണ്ട. പോയ കാര്യം എന്തായി തമ്പിയേട്ടാ? ഞാൻ അയാളെ ചെന്ന് കണ്ടു. എന്നിട്ട് ആളൊരു ദിവ്യനാ. കണ്ട പാടെ എന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അയാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ ചോദിച്ചത്? വീട്ടിലെന്തോ അനിഷ്ടങ്ങളും അസ്വാഭാവികതയുണ്ടെന്ന് കണ്ട പാടെ അയാൾ പറഞ്ഞു. അയ്യോ, ആ ഏത് ദോഷവും അയാൾ കണ്ടുപിടിച്ച് പരിഹരിക്കും. ആ പക്ഷേ പറയുന്ന കാശ് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു?